മോദിയുടെയും ബി.ജെ.പിയുടെയും കളികൾ ഇനി പഴയ പോലെ പാർലമെന്റിലും ഭരണത്തിലും നടക്കില്ല എന്ന് നേരത്തെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതും പറഞ്ഞതുമൊക്കെയാണ്. അതിന് കാരണം ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായില്ല എന്നതാണ്. അത് തെളിയിക്കുന്നതാണ് വഖഫ് വിഷയത്തിൽ എൻ.ഡി.എ മുന്നണിയിലെ ടി.ഡി.പിയും ജെ.ഡി.യുവും എടുത്ത വ്യതിരിക്തമായ അഭിപ്രായങ്ങൾ. മോദി സർക്കാർ നടപ്പിലാക്കാനിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ എൻ.ഡി.എ ഘടകകക്ഷികളായ തെലുങ്കുദേശം പാർട്ടിയും ജനതാദൾ യുവും എതിർക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ. മുസ്ലിം വ്യക്തി നിയമ ബോർഡാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ബില്ലിനെ എതിർക്കുമെന്ന് ടി.ഡി.പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെ.ഡി.യു നേതാവ് നിതീഷ് കുമാറും ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വെളിപ്പെടുത്തൽ. ലോക്സഭയിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ബില്ല് പാസാക്കിയെടുക്കൽ ഇനി ബി.ജെ.പിക്ക് ഒരു കടമ്പയാകും. ബില്ല് പാസ്സാകാൻ ഇനി പാർട്ടിയുടെയും പിന്തുണ ആവശ്യമാണ്. എന്നാൽ ഘടകകക്ഷികളുടെ ഇപ്പോഴത്തെ നിലപാട് മോദി സംഘത്തിന് തിരിച്ചടിയാകും. ശക്തമായ എതിർപ്പുമായി പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ മുതൽ രംഗത്തുണ്ട്. വഖഫ് ഭേദഗതി വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തെ തുടർന്ന് സംയുക്ത പാർലമെന്ററി സമിതി JPC രൂപീകരിച്ചിരുന്നു. ഈ സമിതിയുടെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം നടന്നു. യോഗത്തിൽ ടി.ഡി.പിയും ജെ.ഡി.യുവും വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ മുഖവിലക്ക് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സംസാരിച്ചത്. ഇതിന് പിന്നാലെയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വെളിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവുമായും നിതീഷ് കുമാറുമായും മുസ്ലിം വ്യക്തി നിയമ ബോർഡും വിവിധ മുസ്ലിം സംഘടനകളും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകൾക്കൊടുവിലാണ് ബില്ലിനെ അനുകൂലിക്കില്ല എന്ന് രണ്ട് പാർട്ടികളും അറിയിച്ചതെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അധ്യക്ഷൻ ഖാലിദ് സൈഫുള്ള റഹ്മാനി പറഞ്ഞു. ഇവർക്ക് പുറമെ RJD, ശിവസേന, DMK പാർട്ടികളുമായും കൂടിക്കാഴ്ച നടത്തിയതായും അവർ ബില്ലിനെ അനുകൂലിക്കില്ല എന്നും എതിർക്കുമെന്ന് ഉറപ്പ് നൽകിയതായും സംഘടന അറിയിച്ചിട്ടുണ്ട്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി വ്യക്തി നിയമ ബോർഡും വിവിധ സംഘടനകളും ചർച്ച നടത്തുന്നുമുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.